എന്തെങ്കിലും ഒന്ന് പറ. വക്കീല് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ? ശരിയാണ്. അയാൾക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഇത് ഞാൻ അന്നേ പറയുന്നതല്ലേ. അപ്പൊ നിനക്കായിരുന്നല്ലോ എതിരഭിപ്രായം. നീല് മനസ്സ് മാറ്റുക. ഇപ്പൊ നീലിന്റെ ഉള്ളിൽ അവളേ ഉള്ളൂ, സ്വാതി. വിഷമിക്കരുതെന്ന് ഞാനിനി പറയില്ല. പക്ഷെ വിഷമിച്ചതുകൊണ്ട് ഇനി എന്താ പ്രയോജനം? നീലിനെ പഴയതുപോലെ ആക്കിയെടുക്കേണ്ട വഴികളാ ഇനി നമ്മൾ നോക്കേണ്ടത്. എന്ത് വഴി? അത് കണ്ടുപിടിക്കണം. നിന്നെ കൊണ്ടത് പറ്റുമോ? പറ്റില്ല. കാരണം അങ്ങനൊരു വഴിയില്ല എന്നുള്ളതാ സത്യം. ഇങ്ങനെ ആത്മവിശ്വാസം കളയുന്ന വർത്തമാനം പറയില്ലേ വേദ. ഞാൻ പറയുന്നതാണോ കുറ്റം? പിന്നെ ഞാൻ പറയുന്നതാണോ? ഒരു കാര്യം വേദ മനസ്സിലാക്കണം. നീലിന് ഇങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരുടെ കഴിവുകേട് കൊണ്ട് സംഭവിച്ചതല്ല, അവളുടെ മിടുക്കൊണ്ട് സംഭവിച്ചത്. അവൾക്ക് അങ്ങനെ പെരുമാറാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് വേദയുടെ വീട്ടുകാരാ. അത് ഞാൻ സമ്മതിക്കുന്നു. എന്റെ വീട്ടുകാർ കാണിച്ച മണ്ടത്തരം കൊണ്ടാ ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നത്. വീട്ടുകാരുടെ പക, ആക്രമണം. പക്ഷേ മണ്ടത്തരം ഞാൻ മാത്രമല്ലല്ലോ, നീലും കാണിച്ചില്ലേ? ആ നാരായൺജിയെ നീല് കണ്ണുടച്ച് വിശ്വസിച്ചില്ലേ? തെറ്റ് എല്ലാവരുടെയും ഭാഗത്തുണ്ട്. നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച തെറ്റ് ചെയ്യാത്ത ഒരാളേ ഉള്ളൂ, സ്വാതി. അപ്പൊ ഞാനോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. വേറൊരു പെണ്ണിന്റെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നത് തെറ്റ് തന്നെയാ. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് സ്വാതി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതുകൊണ്ടാ. അപ്പൊ ഞാനാണ് കുറ്റക്കാരി എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണെന്ന മട്ടിലുള്ള പെരുമാറ്റം അത് ഒഴിവാക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മൾ കൂടുതൽ യോജിച്ച് നിൽക്കേണ്ട സമയം ഇപ്പോ. നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയ അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നത് സ്വാതിക്ക് തന്നെയായിരിക്കും. ഞാൻ എന്ത് ചെയ്യണം? ഗൗരി പറ. കാത്തിരിക്കണം. ആശുപത്രിയിൽ നിന്ന് നീലി വീട്ടിലേക്ക് വന്നോട്ടെ. വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം. അറിയാലോ എന്റെ ഏഷണിയുടെ ശക്തി. അത് ഞാൻ പുറത്തെടുത്തോളാം. ഇനി നടക്കാൻ പോകുന്നത് വേദയുടേതെന്നും സ്വാതിയുടേതെന്നും കരുതുന്ന ഒരാളെ പിടിച്ചെടുക്കാനുള്ള യുദ്ധമാണ്.